ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. അത് കഴിഞ്ഞ 2 വർഷക്കാലമായി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു നിന്നിട്ടും ആ രാജ്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് തിരിച്ചടിച്ച് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയ ഇസ്രായേലിന്റെ കരുത്ത്, ഇറാനാകട്ടെ, സിറിയ ആകട്ടെ, ലെബനനാകട്ടെ, ഇനി ചുറ്റുമുള്ള ഹൂതികളാകട്ടെ, ഹമാസ് ആകട്ടെ, എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചാക്രമിച്ചിട്ടും ഇസ്രായേലിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ വീണ്ടും തങ്ങളുടെ സൈനിക കരുത്തു കൂട്ടിയിരിക്കുന്നു ഇസ്രായേൽ. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ ഉരുക്ക് കോട്ടയാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ. ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ചരിത്രപരമായ ഒരു നാഴികക്കല്ല് പിന്നിടുന്നു. ഇസ്രായേലിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമയമായിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജ്യാതിർത്തി സംരക്ഷിക്കാൻ, ഇസ്രായേലിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ അയൺ ബീം എന്ന ഇസ്രായേലിന്റെ ലേസർ കവചം എത്തിയിരിക്കുന്നു. നമുക്കറിയാം, അയൺ ഡോം എന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിനുണ്ട്. അതുപോലെ അമേരിക്ക നൽകിയ താഡ് ബാറ്ററി സിസ്റ്റം ഉണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ലേസർ കിരണങ്ങളാൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ലേസർ മോൺസ്റ്റർ ഇസ്രായേൽ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്, പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ചുറ്റിലുമുള്ള ഭീകരവാദികളെ ഒരു ഞൊടിയിട കൊണ്ട് തീർക്കാൻ കഴിയുന്ന കരുത്തുള്ളതാണ് ഇസ്രായേൽ ഏറ്റവും പുതുതായി ഇപ്പോൾ നിർമ്മിച്ച് സ്ഥാപിച്ചിട്ടുള്ള അയൺ ബീം. നമുക്കറിയാം, അയൺ ഡോം എന്നത് എപ്പോഴും ഷോർട്ട് റേഞ്ച് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. പ്രത്യേകിച്ച് ഈ ഗാസ സ്ട്രിപ്പിൽ നിന്നൊക്കെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഹൂതികൾ അവരുടെ അതിർത്തിയിൽ നിന്ന് നടത്തുന്ന ആക്രമണങ്ങൾ, അങ്ങനെ ഷോർട്ട് റേഞ്ച് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ, ഏറ്റവും കൃത്യമായ ഒരു പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ, അതുപോലെ ഇസ്രായേൽ ഹൂതി യുദ്ധത്തിൽ, ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിൽ, ഹിസ്ബുള്ള യുദ്ധത്തിലൊക്കെ തന്നെ ഏറ്റവും അധികം ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്തിയ കവചം എന്ന് പറയുന്നത് ഈ അയൺ ഡോമാണ്. അയൺ ഡോമിന്റെ ഷോർട്ട് റേഞ്ച് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അത് ഇസ്രായേലിലേക്ക് എത്തുന്ന എല്ലാ മിസൈലുകളെയും ഇസ്രായേലിന്റെ വ്യോമ പരിധിയിൽ വെച്ച് തകർക്കുന്നു. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലേക്ക് വരുന്നതിനെ, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി സെക്ടറുകളിലേക്ക് വരുന്നതിനെ, തന്ത്രപ്രധാനമായ ആയുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വരുന്നതിനെ എല്ലാം തന്നെ വളരെ കൃത്യമായി ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് വെച്ച് തകർക്കുന്നു. അതാണ് ഇസ്രായേലിന്റെ കരുത്തിലെ ഒരു ഭാഗമായ അയൺ ഡോം ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ച 90% ഷോർട്ട് റേഞ്ച് മിസൈലുകളെയും അയൺ ഡോം പ്രതിരോധിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അയൺ ഡോമിന്റെ കൃത്യതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ മറ്റൊരു പ്രതിരോധ സംവിധാനമാണ് ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനവും ഇസ്രായേലിനുണ്ട്. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് മീഡിയം റേഞ്ച് മിസൈലുകളെയാണ്. മീഡിയം റേഞ്ച് മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് മിസൈലുകളിൽ നിന്ന് കുറച്ചുകൂടെ ദൂരെ കൂടുതലുള്ള, കുറച്ചുകൂടി അകലെ നിന്ന് വരുന്ന മീഡിയം റേഞ്ച് മിസൈലുകൾ, ആ മീഡിയം റേഞ്ച് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഡേവിഡ് സ്ലിംഗൻ കൃത്യമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതും ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ വ്യോമപരിധി കാത്തു. ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലെ ജനങ്ങൾക്ക് വലിയ സംരക്ഷണ കവചമൊരുക്കി. ഇതുകൂടാതെയാണ് താർ ബാറ്ററി സിസ്റ്റം അമേരിക്ക ഇസ്രായേലിന് കൈമാറിയത്. താഡ് ബാറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ലോങ് റേഞ്ച് മിസൈലുകളെ അടക്കം പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതാണ്. അതിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനാണ് അമേരിക്ക ഇസ്രായേൽ നൽകിയിട്ടുള്ളത്. അതിന്റെ 2-3 യൂണിറ്റ് ഇതിനകം തന്നെ ഇസ്രായേൽ അവരുടെ അതിർത്തികൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു യൂണിറ്റിനൊപ്പം 100-ലധികം അമേരിക്കൻ സൈനികർ വേണ്ടിവരും അവ പ്രവർത്തിപ്പിക്കാൻ. ഇതൊക്കെയാണ് നിലവിൽ ഇസ്രായേലിന്റെ വ്യോമപരിധിയും ഇസ്രായേലിന്റെ അതിർത്തിയും കാക്കുന്നതിനുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ്. ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഇതിൽ അയൺ ഡോം സംവിധാനത്തിന്റെ ഭാഗമായി ഇന്റർസെപ്റ്റർ മിസൈലുകളുണ്ട്. ഷോർട്ട് റേഞ്ച് മിസൈലുകളെ, അതായത് ഇസ്രായേലിന്റെ വ്യോമ അതിർത്തി ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളെ മറ്റൊരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആകാശത്ത് തകർത്ത് പ്രതിരോധിക്കുക. ഇതാണ് ഈ അയൺ ഡോമിന്റെ പ്രവർത്തന രീതി. അതിനുപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഉണ്ടാവുന്ന ചെലവ് വളരെ വലുതാണ്.
ഏറ്റവും ചുരുങ്ങിയത് $50,000 വേണ്ടി വരും ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന്. അങ്ങനെ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തുവിടുന്നത്. കാരണം ഇസ്രായേലിലേക്ക് വരുന്നത് അത്രത്തോളം ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ്. അത് ഹൂതികൾ അയക്കുന്നു, ഗാസയിൽ നിന്ന് ഹമാസ് അയക്കുന്നു, ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള അയക്കുന്നു, സിറിയയിൽ നിന്ന് വരുന്നു. ഇങ്ങനെ പല മേഖലകളിൽ നിന്ന് വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രായേലിന് തിരിച്ചയക്കേണ്ടി വരും. അതുപോലെയാണ് ഈ മീഡിയം റേഞ്ച് ഇന്റർസെപ്റ്ററുകൾക്കും ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ചിലവുണ്ട്. താഡ് ബാറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്ററുകൾക്കും അതേ ചിലവുണ്ട്. എന്നാൽ ഏറ്റവും പുതുതായി ഇസ്രായേൽ ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന അയൺ ബീമിന് തുലവും ചിലവ് കുറവാണ്. കേവലം ലേസർ കിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ശത്രുവിന്റെ മിസൈലുകളെ തകർക്കുക. അയൺ ബീമിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്റർ സംവിധാനം, ആ ഇന്റർസെപ്റ്റർ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന ലേസർ കിരണങ്ങൾ കൃത്യമായി ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പതിക്കുകയും അതിനെ നിഷ്പ്രയാസം അവിടെ വെച്ച് തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മിസൈലിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളുടെയോ ആവശ്യമില്ലാതെ തന്നെ ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിന്റെ ആയുധങ്ങളെ കത്തിച്ച് ചാരമാക്കുന്ന ആ പ്രക്രിയയാണ് അയൺ ബീമിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. 2022 തന്നെ ഇതിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിരുന്നു. ഇതിലൂടെ ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് ശത്രുവിന്റെ എല്ലാ ആക്രമണങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കാവുന്ന കൃത്യത, അതിനേക്കാൾ ഉപരി ചെലവ് കുറയ്ക്കുന്നതിലൂടെ ശത്രുവിനെ സാമ്പത്തികമായി കൂടി പരാജയപ്പെടുത്തുക. കാരണം ഇസ്രായേലിലേക്ക് ഒരു ആയുധം അയക്കുന്നതിന് സ്വാഭാവികമായി ശത്രുവിന് ചെലവുണ്ട്, അതിനെ പ്രതിരോധിക്കുന്നതിന് ഇസ്രായേലിന് ചിലവുണ്ട്. അപ്പോൾ പ്രതിരോധിക്കുന്നതിന് വരുന്ന ചിലവ് അതിന്റെ 10-1 ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായി കൂടി തങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരമാണ് അയൺ ബീമിലൂടെ ഇസ്രായേലിന് കൈവന്നിരിക്കുന്നത്. 2025 അതിന്റെ പരീക്ഷണം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. അയൺ ബീം സംവിധാനം ഇനി ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധത്തിന്റെ കരുത്താകും, ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധത്തിന്റെ നെടും തൂണാകും. ഇനി ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ചെറു റോക്കറ്റുകളോ ഒരു ലോങ് റേഞ്ച് റോക്കറ്റുകളോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളോ അയക്കാൻ പോലും എതിരാളികൾക്ക് കഴിയില്ല. അതിനെല്ലാം തന്നെ ആകാശത്ത് വെച്ച് നിഷ്പ്രഭമാക്കാൻ ഇസ്രായേലിന്റെ അയൺ ബീം സംവിധാനത്തിന് കഴിയും. ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും എല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ ഇസ്രായേലിനിതാ അവരുടെ അയൺ ബീം സംവിധാനം വന്നിരിക്കുന്നു. ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിന്റെ ആയുധങ്ങളെ തകർക്കുന്ന ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അയൺ ബീമാണ് ഇനിയുള്ള കാലം ഇസ്രായേലിന്റെ യുദ്ധ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്നത്.